ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഈ ടെയിൽ എൻഡിൽ, അതായത് റയർ എൻഡിൽ അതിന്റെ ഒരു ഒരു ചെറിയൊരു റോട്ടർ ഉണ്ട്. അതാണ് ഈ വിൻഡ് ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് എങ്ങോട്ട് റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ആ എയറിൽ തന്നെ എങ്ങനെ ഹോവർ ചെയ്ത് നിൽക്കാനോ അതിനൊക്കെ ഈ ഒരു റോട്ടറാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിൽ തീ പിടിച്ചിട്ടുണ്ട്. അത് അങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്യൂവൽ സപ്ലൈ ഗോട്ട് കട്ട് അതിലേക്ക് ആ ഏരിയയിലേക്ക് പോകുന്നുണ്ടല്ലോ, ഈ ടെയിലേക്ക് പോകും. അത് എവിടെ വെച്ചിട്ട് റപ്ചർ ആയിട്ടുണ്ടാകും. വാട്ട് എവർ നോളജ് ഐ ആം ഹാവിംഗ് ടോക്കിംഗ്, അത് അങ്ങനെ സ്നാപ്പ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എന്താ പറയാ ഒരു ചെറിയൊരു സ്പാർക്കോ അല്ലെങ്കിൽ സ്മോക്കോ ഒക്കെ വരുള്ളൂ. അവിടെ സ്മോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത് ഇങ്ങനെ മറ്റേ ഈ ഒരു മറ്റേ മലയാളത്തിലും പറയല്ലേ പമ്പരം, അതുപോലെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യു വിൽ ഹാവ് ടു ക്രാഷ് ലാൻഡ് സംവെയർ. മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് ഇസ് ദാറ്റ് യൂസേജിന്റെ എക്സ്റ്റേണൽ പാർട്ടിന് മാത്രമേ എന്തെങ്കിലും ഡാമേജ് വരുള്ളൂ. ഇന്റേണലി ഡാമേജ് വരണമെന്നുണ്ടെങ്കിൽ സംതിങ് വെരി സീരിയസ് വുഡ് ഹാവ് ഗോട്ട് ഡാമേജ്. ഇത് എന്താണെന്ന് ഇനിയിപ്പോ എയർ ക്രാഷ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കണ്ടുപിടിക്കണം. ഇറ്റ് വിൽ ടേക്ക് സം 1 or 2 weeks or 3 weeks time. കാരണം ഇതിപ്പോ നമുക്ക് മറ്റേ NH ഫ്ലൈറ്റ് പോലെ അങ്ങനെ എവിടെയോ പോയി വീണതൊന്നുമില്ലല്ലോ. ഇന്ത്യയില് ചോപ്പർ റിലേറ്റഡ് ഡെത്ത്സ് വന്നത് ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ ഐ തിങ്ക് അവർ ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ പിന്നീട് അങ്ങനെ ഐ തിങ്ക് ഒരു 2-3 വെൽ നോൺ പേഴ്സണാലിറ്റീസ് തന്നെ ചോപ്പർ ഡെത്ത്സ് മരിച്ചിട്ടുണ്ട്. അപ്പോ ബട്ട് ലൈക് സീരിയസ് സ്റ്റാഫ് ഒക്കെ പോകുന്ന ഒരു ചോപ്പർ നിങ്ങൾക്ക് വിസിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ വിൻഡ് ഡയറക്ഷൻ കാരണം അങ്ങനെ പോയി ക്രാഷ് ആവുന്നത് ഇറ്റ്സ് എ സീരിയസ് സെക്യൂരിറ്റി ഇല്ലാണ്. നിങ്ങൾക്ക് അത്രയ്ക്കും ഇപ്പോ ഊട്ടി ഏരിയ ആണല്ലോ. അപ്പൊ ഊട്ടിയിൽ എസ്പെഷ്യലി ഇഫ് യു ഹാഡ് ലോ വിസിബിലിറ്റി, നിങ്ങൾ അവിടെ പോയി നിങ്ങൾക്ക് എയർക്രാഫ്റ്റ് ആ ചോപ്പർ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഐ എം റിയലി സർപ്രൈസ്. കാരണം ആ ചോപ്പറിൽ 2 പെരുവിനുണ്ടെന്ന് കേട്ടത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓൺഗോയിങ് ചോപ്പറിൽ. നിങ്ങൾക്ക് എയറിലിരിക്കുന്ന ചോപ്പറിൽ ഒരിക്കലും നിങ്ങൾക്ക് തുറന്ന് വെളിയിൽ ചാടണമെന്നുണ്ടെങ്കിൽ അതും സാധാരണ സിവിലിയൻസ് അല്ല നിങ്ങൾ ആലോചിക്കണം. അതെല്ലാവരും എന്താ പറയാ വെൽ ട്രെയിൻഡ് ആർമി ജനറൽ സീരിയസ് സ്റ്റാഫ് ഉണ്ട്. ബാക്കി എല്ലാവരും ആരും പുതിയ ആൾക്കാർ ആരും ഇല്ല. Vivek, 1 second, including serious Rawat, they are well trained para command. That is what I am coming to that, sir. Thing is that ഇവര് ഞാൻ അതാ പറഞ്ഞത്. അപ്പൊ ഇവർക്ക് they have received all sorts of training. അപ്പൊ പാരാ കമാൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ലൈക്ക് ദേ ആർ ഇപ്പൊ എത്ര ഹൈറ്റിൽ വേണമെങ്കിലും ദേ ക്യാൻ ജംപ്. ബട്ട് ലൈക്ക് ഒബ്വിയസ്ലി ദേ ആർ സൂപ്പർ ഹ്യൂമൻ. But still, they will have all those, parachute and, all these things inside. Appo, നിങ്ങൾക്ക് something could have gone like really bad that, ഇവർക്ക് ജമ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോ ഉള്ളിൽ ഒന്നില്ലെങ്കിൽ തീ ക്യാച്ച് ആയിട്ടുണ്ടാവണം, or otherwise, some electronic gadget should have really got, would have ruptured. അത്രയ്ക്കും മോശം സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കും, ശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം ജമ്പ്. 2 പേര് ജമ്പ് ചെയ്യുന്ന പറഞ്ഞത്. അതിനിപ്പോ ഇൻസിഡന്റ് റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ഒരു EIR റിപ്പോർട്ടുണ്ട്, ഫസ്റ്റ് ഇൻസിഡന്റ് റിപ്പോർട്ട്. അതില് നിങ്ങൾക്ക് എല്ലാം വരും. എത്ര പേര് ജമ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് ഡോറ് തുറന്നപ്പോ സ്ലിപ്പായിട്ട് വീണതാണോ എന്താണെന്ന് അറിയത്തില്ല. So this is really, I don't to say that this is purely an accident. If it is purely an accident, then it is a serious lapse from the army side. കാരണം അവര് കേറുമ്പോ ഈ ഏരിയയിൽ എന്താണ് ക്ലൈമറ്റ്, നമുക്ക് ഇല്ലാത്ത സാറ്റലൈറ്റ്സ് ഇല്ല സർ. നമുക്ക് we have all the satellites in the world that where we can give GPS ലൊക്കേഷൻ ആണോ, ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണോ, സ്ട്രാറ്റോസ്ഫിയറിൽ എന്താണ് ക്ലൈമറ്റ്, എന്താ പ്രശ്നം. ഇനി മേളില് ഇതിന്റെ എത്രയോ മേളില് സ്പേസിൽ തന്നെ നടക്കണമെന്ന് പറയാൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള സാറ്റലൈറ്റ്സ് ഉണ്ട്. വി ഹാവ് ഓൾ ദ ടെക്നോളജി നൗ. ഇത് ഞാൻ പറഞ്ഞ ഐ തിങ്ക് ആ ചീഫ് മിനിസ്റ്റർ ആരാണ് ആന്ധ്രയിൽ മരിച്ചത്, വാട്ട് ഈസ് നെയിം, YSR Rao. YSR. ആ സമയത്തൊക്കെ we had this issue, like
we were relying on US satellites. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക്. അതും ഇത് മിലിറ്ററി ഏവിയോണിക്സ് ആണ്. ലൈക്ക് വി ആർ മിലിറ്ററിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് സെപ്പറേറ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് വി കാൺ ഡിറ്റർമൈൻ ദി ഫ്ലൈറ്റ് റൂട്ട് ഉണ്ട്, ഫ്ലൈറ്റ് പാത്ത്. അത് നമ്മൾക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും വലിയൊരു ഫെയിലിയർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? They really need to have done some study before approving for this path itself. I think ഏതോ ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം, and they wanted to give a lecture. Pipunji wanted to give a lecture. ലെക്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് അവിടുത്തെ ഏറ്റവും നല്ല ക്ലൈമാറ്റിക് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന കുന്നൂരാണ് ഏറ്റവും വലിയ സംഭവം ഉള്ളത്. ഇപ്പൊ ഇത്രയും ആയിട്ട് പോലും റഡാർ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് ambitions are happening, like there has been certain labs here and there. Serious staff ഉള്ള ഒരു ഫ്ലൈറ്റ് പാത്ത് and climatic conditions ഒക്കെയാണ്. വെദർ ഇറ്റ് ഗോട്ട് ഹിറ്റ് സംവർ, ഇനിയിപ്പോ എവിടെയെങ്കിലും ഏതെങ്കിലും ഹില്ലിന്റെ ക്ലിഫിൽ പിടിച്ചോ ഒന്നും അറിയത്തില്ല. ആ ബ്ലാക്ക് ബോക്സ് കിട്ടി റിട്രീവ് ചെയ്തല്ല. ആ ബ്ലാക്ക് ബോക്സ് now they need to connect it to a software where they will be retrieving this data. ഇനി ഇത് റിട്രീവ് ചെയ്തിട്ട് now they will audio they will be taking it to the server. എന്നിട്ട് they will start hearing it minute by minute, second by second എന്തൊക്കെ നടന്നു. അത് മേ ബി അവേഴ്സ് ഓഫ് ഡേറ്റ ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഇത് ചെയ്ത് എന്താ പറയാ they need to hear it one by one. എന്നാലും മാത്രമേ ഇത് എന്താണ് ലാസ്റ്റ് മൊമെന്റ് പൈലറ്റ് ചാടിയെന്നാ പറഞ്ഞത്. എനിക്ക് പറഞ്ഞൂടാ അങ്ങനെ സത്യമാണെന്നുള്ളത്. അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ സീരിയസ് ഇഷ്യൂ. കാരണം പൈലറ്റ്സ് ആർ നോട്ട്, അതും ലൈക്ക് എഫേർട്ട് പൈലറ്റ്സ് ആർ നോട്ട് ട്രെയിൻ ടു ജംപ് ലൈക്ക് ദാറ്റ്. ഒരിക്കലും അങ്ങനെ ചാടിപ്പോവാൻ ഉള്ള ആൾക്കാർ, ഈവൻ സാധാരണ പൈലറ്റ്സ് കൂടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡ് ചെയ്യാൻ പോകുന്ന വിചാരിച്ചല്ലോ? ഒബ്വിയസ്ലി പൈലറ്റ്സ് ഒരിക്കലും ഇല്ല. ഹെലികോപ്റ്റർ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്റർ പൈലറ്റ് അല്ല, ആരും ജമ്പ് ചെയ്ത് പോകും. അത്രയ്ക്ക് ഭയങ്കര ടെമ്പറേച്ചർ ഉള്ളപ്പോ ആരാണ് എത്ര ട്രെയിൻഡ് ആണെങ്കിലും എത്ര മനക്കരുത്തുള്ള ആളാണെങ്കിലും ബോഡിയിൽ തന്നെ ഒരു റിഫ്ലക്സ് ആക്ഷൻ ആയിരിക്കും. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെയോ ഇപ്പം തന്നെ വേൾഡ് ട്രേഡ് സെന്റർ ചെയ്യുന്നത് ചാവെന്ന് അറിഞ്ഞിട്ട് അത്രയ്ക്ക് എയർക്രാഫ്റ്റ് ടെമ്പറേച്ചർ 10 ഇഗ്നിഷൻ ടെമ്പറേച്ചർ 10 ലുള്ള ഹൈ ആണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ മണ്ണിൽ ആൾക്കാർ താഴോട്ട് എടുത്ത് ചാടിയ ദൃശ്യം കണ്ടിട്ട്. അപ്പൊ നമുക്ക് കത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്കിന്ന് വിസ്റ്റാൻഡ് ചെയ്യില്ലെന്ന് എനിക്ക് അറിയാം. ബട്ട് വാട്ട് ലെഡ് ടു ദാറ്റ് തിങ്, അതായത് അവിടെ നിന്ന് ഇപ്പൊ അങ്ങനെ ജമ്പ് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, അവിടെ നിന്ന് അങ്ങനെ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സംതിങ് റിയലി സീരിയസ് വുഡ് ഹാവ് ഹാപ്പൻ. അല്ലാതെ നിങ്ങൾക്ക് അവിടുത്തെ ഉള്ളിലുള്ള നിങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള എന്തെങ്കിലും ഡിവൈസസ് ബേൺ ആയി പോയിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ റയർ ആൻഡിലുള്ള ആ ഒരു റോട്ടർ ഡാമേജ് ആയി പോയിട്ടുണ്ടാവും. അല്ലാതെ ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോ ജസ്റ്റ് ഒരു ഗ്ലിംസ് കാണാൻ പറ്റിയത് വിവേക് പറഞ്ഞതിനോടാണ് കൂടുതൽ ഇത്. ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ടെയിൽ റോട്ടർ എന്തോ ഡാമേജ് പറ്റി കത്തുന്നത്. അത് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ടെയിൽ റോട്ടറിലൊന്നും ഫ്യൂലൊന്നും പോകുന്നില്ല, അത് ക്ലച്ചുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ മെയിൻ റോട്ടറുമായിട്ട് കണക്റ്റഡ് ആണ് ടെയിൽ റോട്ടർ. അത് ഗിയർ സിസ്റ്റം വെച്ച് മെക്കാനിക്കൽ കണക്ഷൻ, അല്ലാതെ അതിന് സെപ്പറേറ്റ് എഞ്ചിൻ ഒന്നും ഇല്ല, അവിടെ ഫ്യൂലൊന്നും പോകുന്നില്ല ടെയിൽ റോട്ടർ. അപ്പൊ അവിടെ കത്താൻ എന്ന് പറഞ്ഞാൽ അത് മെക്കാനിക്കൽ എന്തെങ്കിലും ഫ്രിക്ഷനോ വഴി കത്താനുള്ള സാധ്യതയേ ഉള്ളൂ. ഹൈ സ്പീഡിൽ അതിന്റെ ബ്ലേഡ് എങ്ങാനും പൊട്ടിത്തെറിച്ച് ഫ്യൂസിലേജിൽ ഇടിച്ചു കഴിഞ്ഞാൽ സ്പാർക്ക് അങ്ങനെ വരാം. അല്ലാതെ അവിടെ ഫ്യൂലൊന്നും പോകുന്നില്ല. ഈ റോട്ടറിന്റെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ റോട്ടറിന്റെ സൈഡിലേക്ക് മെയിൻ റോട്ടർ ഉണ്ട്, അതായത് അതിന്റെ ടോപ്പിലുള്ള റോട്ടർ ഉണ്ട്. പിന്നെ സൈഡിലുള്ള ഞാൻ പറഞ്ഞ പോലെ ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന റോട്ടർ ഉണ്ട്. അപ്പൊ ഇതിലേക്ക് ഫ്യൂവൽ സപ്ലൈ നിങ്ങൾക്ക് പോകുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വാട്ട് യു ഹാവ് ഫോർ ദി മെയിൻ എഞ്ചിനിലേക്ക് പോകുന്ന അത്രയില്ല. ബട്ട് ഒരു സ്ലൈറ്റ് ഫ്യൂവൽ സപ്ലൈ ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് കത്തണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഹീറ്റപ്പ് ആണ്. അതായത് ഇതിന്റെ മെയിൻ എഞ്ചിൻ ഉണ്ടല്ലോ, അത് ഹീറ്റപ്പ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഫസ്റ്റ് അത് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ
അതിന്റെ തലയിലും മുകളിലുള്ള ആ റോട്ടർ എല്ലാം അതെല്ലാം എക്സ്പ്ലോഡ് ആവുന്നത്. അതിന്റെ ബാക്കിലുള്ള ഇതിന്റെ ഫസ്റ്റ് തീ പിടിക്കും. എന്നിട്ട് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സർക്കുലർ മോഷൻ ഇങ്ങനെ കറങ്ങി സംവേർ. ഇപ്പൊ ഒന്നും വേണ്ട, 3 years ബാക്ക് മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ ഐ തിങ്ക് ഏതോ റാലിയിൽ പോകുന്ന സമയത്ത് ഇതിങ്ങനെ കേറി അത് അഗൈൻ എനിക്കൊന്ന് എന്തോ എഞ്ചിൻ ഹീറ്റപ്പ് ആയെന്ന് തോന്നുന്നു, അതേപോലെ വന്നിട്ട് ഇങ്ങനെ ധമാന്ന് വന്നിട്ട് താഴെ വന്ന് വീട്ടു. പക്ഷെ ഒന്നും ആയില്ല, നത്തിങ് ഹാപ്പൻ ബിക്കോസ് അതിന്റെ ഫ്യൂസലേജ് ഇസ് ആക്ച്വലി ഡാമേജ് പ്രൂഫ്. നിങ്ങൾക്ക് അങ്ങനെ അത് ഏവിയേഷൻ ഇറ്റ്സ് നോട്ട് ഏവിയോണിക്സ്, സോറി അത് മിലിറ്ററി ഏവിയോണിക്സ് അല്ല, ഇറ്റ്സ് നോർമൽ ചോപ്പർ. അപ്പോ അത് തന്നെ ഇങ്ങനെ ഒരു എനിക്ക് എത്ര ഫീറ്റ് ഒരു 10 feet മുകളിൽ 10 feet കൂടെ ആയിരുന്നു, ഒരു 7 feet 6 feet എത്തിയതിനു ശേഷം അത് പെട്ടെന്ന് എഞ്ചിൻ ഇതായി സ്റ്റാർട്ടഡ് ഹീറ്റിംഗ് അപ്പ്. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ പോലെ തന്നെ ലൈക്ക് യു യൂസ് ഇറ്റ് ഫോർ ലൈക്ക് എൻ എക്സ്റ്റൻഡഡ് പീരിയഡ് ഓഫ് ടൈം ഹീറ്റപ്പ് ആവുമല്ലോ, അതുപോലെ തന്നെ ഹീറ്റപ്പ് ആയപ്പോൾ ഇത് പെട്ടെന്ന് ഇവർ ഇങ്ങനെ വന്നിട്ട് ഒരുമാതിരി ക്രാഷ് ലാൻഡ് എന്നും പറയാൻ പറ്റില്ല, അങ്ങനെ പോയി ടേക്ക് ഓഫ് ചെയ്ത് അതേപോലെ തന്നെ പോയി ലാൻഡിലേക്ക് ഇടിച്ചു. അപ്പൊ ഒരു പെട്ടെന്നൊരു ജേർക്കിൽ പിടിച്ചു. ഈ അടുത്ത് തന്നെ ഐ തിങ്ക് മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ഐ തിങ്ക് നോട്ട് ദിസ് ഉദ്ധവ്, അതിന് മുമ്പ് അത് ഫഡ്നവിസ് ഇതുപോലെ ചോപ്പറിൽ സെയിം തിങ് ഹാപ്പൻ. ഒന്നും സംഭവിച്ചില്ല അവർക്ക് ആർക്കും. ആ ചോപ്പറിനെ അവര് സർവീസിംഗ് ഹാങ്കറിൽ കൊണ്ടുപോയി എന്നല്ലാതെ നത്തിങ് ഹാപ്പൻ. ചോപ്പേഴ്സ് ആർ പ്രോൺ ടു ദീസ് കൈൻഡ് ഓഫ് തിങ്. അപ്പൊ നിങ്ങൾ എസ്പെഷ്യലി ഊട്ടി പോലത്തെ ഒരു ടെറൈൻ റീജിയനിൽ പോകുമ്പോൾ ഡബിൾ കെയർ. കാരണം എന്തോ ഇനിയിപ്പോ എന്തായാലും ഏവിയേഷൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്കം ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് പോലെ IR അവർ ഇഷ്യൂ ചെയ്യും. അപ്പൊ IR-ലെല്ലാം ഉണ്ടാവും വൈ ദിസ് ഹാപ്പൻ, വാട്ട് വാസ് ദ റെക്കോർഡിംഗ് ടൈം, ലാസ്റ്റ് റെക്കോർഡിംഗ് മിനിറ്റിൽ എന്താണ് പറഞ്ഞത്, എവറിത്തിങ് വുഡ് കം ഔട്ട്. വിവേക് നേരത്തെ പറഞ്ഞ ഈ ടെയിൽ റോട്ടർ ഡിറക്ഷൻ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത് ടെയിൽ റോട്ടർ? അതെന്താ പറയാ, റോട്ടർ നിങ്ങൾക്കിപ്പോ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ ചോപ്പർ എല്ലാവരും കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് യു വാണ്ട് ടു ഹോവർ ലൈക്ക് എന്താ പറയുക, സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമല്ലോ, ഒരു മിഡ് എയറിൽ നിൽക്കുമല്ലോ, എന്നിട്ട് ആൾക്കാർ ഡ്രോപ്പ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ ഒബ്വിയസ്ലി ടെയിൽ റോട്ടർ ആക്ച്വലി ഡിറ്റർമൈൻസ് ദി ദാറ്റ് മൊമെന്റം. ആ ഹോവറിങ്ങും പിന്നെ ലെഫ്റ്റിലേക്ക് തിരിയാനാണെങ്കിലും റൈറ്റിലേക്ക് തിരിയാനാണെങ്കിലും ഒക്കെ ഇത് സ്ട്രേറ്റ് പോകാനാണെങ്കിലൊക്കെ അതാണ് എനിക്ക് താങ്കൾ ഏത് എഞ്ചിനീയറിംഗ് ശാഖയിലാണ് വർക്ക് ചെയ്യുന്നത്? താങ്കൾ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണോ? ഞാൻ ഗ്രൗണ്ട് അല്ല, എന്നെ മ്യൂട്ട് ചെയ്യണ്ട, ഞാൻ പറയട്ടെ. അതിനെ മ്യൂട്ട് ചെയ്യണം, ആരോ മ്യൂട്ട് ചെയ്യണം. താങ്കൾ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിരിക്കും. ഐ എം ആസ്കിംഗ് ദ എഞ്ചിനീയറിംഗ് ബിഹൈൻഡ് ദ റോട്ടർ and the engineering in I'm IATA trainer, so I basically understand this but not understanding. I am not asking understanding. What is the principle of helicopter flying? അതിനെപ്പറ്റിയുള്ള റിസർച്ചും കാര്യങ്ങളും ഡിഫൻസ് വിങ് ചെയ്തോളൂ. നമ്മളെന്തിനാണ് ഡിഫൻസ് വിങ്ങിൽ ഇദ്ദേഹം പറയുന്നതൊക്കെ തെറ്റാണ്, അതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് പ്ലീസ്. ഞാൻ പുതിയൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട് മേളില്. ചോപ്പർ ഷോട്ട് ഡൗൺ എന്നാണ് ഇപ്പൊ പുതിയ ഒരു അപ്ഡേറ്റ്. ആ ലിങ്ക് ഒന്ന് കയറി നോക്ക്. ഓക്കെ, താങ്ക് യു. ഈ പർപ്പസ് നിങ്ങൾ പറയുന്ന ഒരു കാര്യമില്ല. ടെയിൽ റോട്ടർ ഈസ് ഫിക്സഡ്, ഇറ്റ് കനോട്ട് ചേഞ്ച് എനി ഡയറക്ഷൻ ഓർ എനിത്തിങ്. ദ ടെയിൽ റോട്ടറിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഒരു ഹെലികോപ്റ്ററിന്റെ മെയിൻ റോട്ടർ എന്ന് പറഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു കൗണ്ടർ ഫോഴ്സ് ഫോർ എനി ആക്ഷൻ ദർ ഈസ് എ ഓപ്പോസിറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസിന്റെ ലോ ഉണ്ടല്ലോ, ആ ലോ വെച്ചിട്ട് ഒരു ഹെലികോപ്റ്ററിനും ഒരു റോട്ടർ വെച്ചോണ്ട് ഓടാൻ പറ്റില്ല. അതായത് മെയിൻ റോട്ടർ വെച്ചിട്ട് ഓടിക്കഴിഞ്ഞാൽ ആ ഹെലികോപ്റ്ററും ആ റോട്ടറിന്റെ അതേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഹെലികോപ്റ്റർ നിൽക്കില്ല, ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ആ കൗണ്ടർ ആക്ഷൻ അപ്പോ ആ ആക്ഷനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതായത് ഈ ഒരു സർക്കുലർ മോഷൻ ഉണ്ട്. ആ മോഷൻ വരുമ്പോഴാണ് ആ എയറിന്റെ മോഷൻ വരുമ്പോൾ
അതേ ഇതിനകത്ത് തന്നെ ഈ ഹെലികോപ്റ്റർ കറങ്ങിപ്പോകും. അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അതിനെ കട്ട് ചെയ്ത് നള്ളിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന റോട്ടറിന്റെ പേരാണ് ടെയിൽ റോട്ടർ. ഇന്ന് ടെയിൽ റോട്ടറിന്റെ ആവശ്യമില്ല. നമുക്കറിയാം, നമ്മളൊരു ഡ്രോൺ എടുക്കുക, ഒരു ഡ്രോൺ 4 ഫാനുള്ള ഒരു ഡ്രോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡ്രോൺ എങ്ങനെയാണ് അതിന്റെ ഫാനുകൾ വർക്ക് ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ചാൽ മതി. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഫാനുകൾ റിവേഴ്സ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണത്. അങ്ങനെയാണ് അവൻ നള്ളിഫൈ ചെയ്യണം. പിന്നെ ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്, ടെയിൽ റോട്ടർ ഇല്ലാത്ത ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ 2 റോട്ടർ ഉണ്ടാവും. ഒരു റോട്ടറിന്റെ മീതെ 2 റോട്ടർ. ഒരു റോട്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റേ റോട്ടർ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും. അങ്ങനെ അത് നള്ളിഫൈ ചെയ്യും. ഇതൊക്കെയാണ് ഈ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സയൻസ്. താങ്കൾ ഇവിടെ ഇങ്ങനെയൊക്കെ പറയുമ്പോ താങ്കൾ പറയുന്നത് കറക്റ്റ് ആണ്, കൗണ്ടറാക്ട് ചെയ്യും. പക്ഷേ അതിന്റെ ഡയറക്ഷനും ഡിറ്റർമിൻ ചെയ്യുന്നത് ഫാൻ ഒന്ന് ടെയിൽ റോട്ടറിന്റെ ഫാനിന് ഒന്ന് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ടെയിൽ മൂവ് ചെയ്യത്തില്ലേ? അപ്പൊ രണ്ടും കറക്റ്റാ. രണ്ടും കറക്റ്റാണ്. വിവേക് പറഞ്ഞ കറക്റ്റാണ്. ജോജോ പറയുന്നത് ഒരു ഫംഗ്ഷൻ അല്ല, 2 ഫംഗ്ഷൻ ഉണ്ട്. ഈ മെയിൻ റോട്ടർ ചുമ്മാ പറഞ്ഞിട്ട് പോലെ അല്ല ജോജോ നമ്മളിവിടെ എഞ്ചിനീയറിംഗ് ഡിസ്കഷൻ ഒരുപാട് ആവശ്യമില്ല. ഒരു ഐഡിയ കിട്ടിയാൽ മതി. അതല്ല, വിവേക് ഒത്തിരി അബദ്ധം പറഞ്ഞു. നമ്മള് No, let me talk now. Jojo, you could be an AME, but you need not aiming you. അതായത് മെയിൻ റോട്ടറിന്റെ അല്ല ഒരു സഹോദര യാത്ര ചെയ്തിട്ടുള്ള ഒത്തിരി, അതുകൊണ്ട് ഞാൻ പറയുവാണ്. നിങ്ങൾ യാത്ര ചെയ്തു സർ. ഒരു ഹെലികോപ്റ്റർ അല്ല, ഒരു ഹെലികോപ്റ്ററിന്റെ ഡിറക്ഷൻ തിരിക്കണ അതിന്റെ if you talk like this, ലുട്ടാപ്പിയുടെ സൗണ്ട് ഒരുപാട് ബ്രേക്ക് ആവും. ഇല്ല, ഞാൻ എന്താ പറഞ്ഞെന്ന് പറയാം. ഞാൻ പറഞ്ഞത് മൂപ്പരോട് AME ആണെന്ന് ചോദിച്ചതാണ്. ദാറ്റ് ഈസ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ആണെന്ന് ചോദിച്ചതാണ്. ഇറ്റ് ഈസ് വെരി ക്ലിയർ. അയാൾക്ക് എന്തെങ്കിലും പറഞ്ഞ് തർക്കിക്കണം, അത്രേ ഉള്ളൂ. അത് ടെയിൽ റോട്ടറിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞത്. വിവേക് സാർ പുള്ളി എല്ലാ ഗ്രൂപ്പുകളിലും പല കാരണങ്ങൾ പറഞ്ഞു വരാറുണ്ട്. അത് പുള്ളി സ്ഥിരമായിട്ടൊരു കാണുന്ന നമ്മൾ വെറുതെ നമ്മൾ ഈ കാര്യത്തിൽ ഈ ടോപ്പിക്കിൽ വി ഡോണ്ട് ഹാവ് ടു ആർഗ്യൂ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് എ വെരി സാഡ് ഡേ ആക്ച്വലി. ഇന്നപ്പോ തന്നെ ഐ വാസ് റിയലി ഇമോഷണലി മൂവ്ഡ് ബൈ ഹൗ പീപ്പിൾ വെർ ദർ. കുറെ പേര് കരഞ്ഞു. ബിക്കോസ് many people thought that he would not survive എന്ന് ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് മോർണിംഗ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഈ മേളിൽ കൊടുത്തേക്കുന്ന ലിങ്ക് എത്രത്തോളം സത്യമാണെന്ന് അറിയാൻ പറ്റും. അതാണ് അത് എനിക്കൊന്ന് DT പാകിസ്ഥാൻ ഫേക്ക് ഹാൻഡിൽ. അതുകൊണ്ട് I was just messaging you. അത് പാകിസ്ഥാന്റെ ഫേക്ക് ഹാൻഡിൽ ആണ്. മനഃപൂർവ്വം അങ്ങനത്തെ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. അത് ചെയ്തിരിക്കുന്ന തമിഴ്നാട് ലിബറേഷൻ ആർമി ഹാവ് ദാറ്റ് ഈസ് LTT has put out a statement. എന്തൊക്കെയാണ് ബിപിൻ റാവത്തിന് LTT-യുമായിട്ട് യാതൊരു എനിമിറ്റിയുടെ ആവശ്യമില്ല. നാഗാസിന്റെ not even bother to think. Yeah, I mean, I don't know what to say now. അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന എന്താണെന്ന് അറിയില്ല. I thought like ഇത് കണ്ടപ്പോ ഞാൻ വെച്ച എന്തോ ഒരു ഇൻഡിപെൻഡന്റ് പേജ് ആണ്. That's a Pakistan fake handle. അത് കുറെ ദിവസമായി ഇങ്ങനെ പല വിഷയത്തിലും they have been also റിപ്പോർട്ട് കൊടുക്കൂ സർ. അതന്നെ pakstatic.com. ഇവര് റഫേൽ ഡീൽ നടക്കുന്നു ഇങ്ങനെ ഫേക്ക് ഹാൻഡിൽസ് ഇടുകയായിരുന്നു. ഇറ്റ്സ് എ പാക് ഫേക്ക് ഹാൻഡിൽ ആണത്. ഇവര് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഇവര് വന്നു ട്വീറ്റില് ഇങ്ങനെ ഇട്ടിട്ട്. സോ നോട്ട് എ ലേറ്റ് ന്യൂസ്. ഇന്നലെ ഉച്ചക്കൂടെ അവരിങ്ങനെ ഒരു ന്യൂസ് ഇട്ടു. പക്ഷെ അത് ഫേക്ക് ഹാൻഡിൽ ആണെങ്കിലും നമ്മുടെ ന്യൂസ് ചാനൽസ് വല്ല ഇതിനെ ഫോളോ ചെയ്ത് നമ്മുടെ
update. I have been from this CM modern backend channel. Indian Air Force approved the video, verified video. The helicopter 5 minutes before landing before or witness the video. Indian Air Force verified the validate ചെയ്തിട്ടുണ്ട്. അത് Tamil news channel വിട്ടതിന് ഇവരെടുത്ത് verify ചെയ്തു. And the Air Force spoke to the person who took it. Our video is verified. So far, only one verified video as for Indian Air Force. Other CM the back channel, you can pin that. But idina vera or correlation in the but that's like one reason. In fact, I partly agree with what Vivek is saying. It's an accident. It is an accident, but an accident created by certain way. അതിനൊരു തിയറി എമർജ് ആയിട്ടുണ്ട്. അതിന് ഒരു circumstantial evidence through certain analysis if the group is interested, I can share. Do you think that even if there is a conspiracy, because it's a high level thing, do you think even the government would declassify the declassify because group is interested, I can share. The group is the group is sitting in Australia, in India, across the world. They have sat through this, and a lot of experts were there. Air Force officers were also there. Adinde oru brief summation njan paraam. If the group is interested, I can share. I all sincerely pray that we get debunked. Nobody wants to get their hypothesis debunked, but in your case, we really pray that it is debunked, but there is a very strong evidence pointing towards that. So if the group is there, I can submit it. Maybe just you can then start looking from your point. So mods okay more than I'm sharing. Share the list there. I don't think it's a good idea to share that. It is not. Conspiracy theory, there is a strong time. Why we don't want to believe that this is a normal accident? Why? Because we don't we are very proud of it, and we are not it's a conspiracy theory because it has not been proven. That's all. What is it got to do with not being proud and feeling sad for this part? Shouldn't you be also knowing? It's a very simple case. There is one here, back channel. One second, please. CM, back channel, link this is the warning which was issued by INS Coimbatore in June 2021. That's a warning. INS Coimbatore 4 kilometers radius vicinity drones padilla varnita. Times of India news article INS Coimbatore warned ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ വിസിനിറ്റിയിൽ ഒരുപാട് ഡ്രോൺസ് ഉണ്ടായിരുന്നു. അതായത് ലോക്കൽസ് കുറെ ഡ്രോൺസ് ഫ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. So they had issued a warning that no drones should be flown around the 4 kilometers vicinity of INS Coimbatore. അതൊന്ന് ആ ലിങ്ക് പിങ്ക് ചെയ്യുക, അതിൽ ഡീറ്റെയിൽസ് കാണും. ഇത് എന്നിട്ട് തമിഴ്നാട് പോലീസും കോയമ്പത്തൂർ കമ്മീഷണറും നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തു. Okay, this is the first point. Second point. Second point. First data നിങ്ങൾ നോക്കണം. So this is June 2021, INS Coimbatore. First warning issued ചെയ്തു. Second, go back in history, 6 months, 7 months back, Jammu Air Force Base was attacked by drones. അന്ന് നമ്മളെ കാഷ്വാലിറ്റി വാസ് 0. അന്ന് ആൾക്കാരുണ്ടായിരുന്നില്ല ആ ബേസിൽ. സോ ഹ്യൂമൻ ട്രാജഡി വാസ് അവോയ്ഡഡ്. പക്ഷേ ആ അറ്റാക്കിന്റെ കോർ ഇൻസൈറ്റ് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ ബേസിൽ 17 MI-7 ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. Second point. So second analysis which is leading in that direction is, was it a dry run on the MI helicopters? Because our drone on the payload drop ചെയ്തത് മിനിമം പേലോഡ് ആയിരുന്നു. അതുകൊണ്ട് ഡാമേജ് വാസ് വെരി മിനിമം. പക്ഷെ ആ ബേസിൽ ഉണ്ടായിരുന്നത് ഇതേ MI ഹെലികോപ്റ്റേഴ്സ് ആണ്. നമ്പർ 2. നമ്പർ 3,
I will pin one more link after this. Last year, China tested out a drone-based helicopter missile. Drone navigated missile system for the helicopters. Our last year, ഒരു എക്സസൈസിൽ ഡെമോ ചെയ്തിട്ടുണ്ടായിരുന്നു. Which means that was China was the first country to develop a solution. അതായത് drone missile. ആ missile fire ചെയ്ത ശേഷം after traveling to a certain distance, it will deploy drones, which means unseen targets pinpoint the drones will reach ahead of the missile. So imagine the trajectory of the drone, the speed of the drone will be that of the missile. I'll pin that link also. അത് സയൻസ് ഡയറക്ട് പറഞ്ഞ ഒരു മാഗസീനിൽ വന്നിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തത്. Okay, now let us look at what happened here. If you look at the weather data of the last 1 week, which is available in all, the average weather, taking yesterday's weather, was 19 degrees. Point. Sulu to Nilgiris. I am very familiar with this terrain because that was one of the easiest terrain. I have stayed in Wellington. I have stayed in Wellington, so I will add a little bit of personal experience. Sulu to Ooty, this terrain is not difficult. You data sea level no, trajectory it is not as inclined or treacherous like an Arunachal Pradesh or Siachen. So 19 degrees is the weather. Third, you look at all the eyewitnesses videos that have come out for the last 24 hours, including the one which is pinned here. It is a fog. This is a normal 19-degree Ooty fog. Our pilots are extremely well talented and trained for handling even adversities worse than this. So in the parlance of ex-servicemen, this transit from Sulur to Nilgiris is typically a child's play for a well-trained Indian Armed Force pilot. There is no degrading of their ability. So, is this a human error? No. It can't be a human error because ഒരു ദിവസം തന്നെ 20 sorties ആണ് ഇവർ ചെയ്യണത്. So അതുകൊണ്ട് ഇവർക്ക് അതിനെപ്പറ്റി ആ ട്രജക്ടറി ആ പാത്തും അറിയും. അഞ്ചാമത്തത്, ഈ പാത്തില് എവിടെ പോയാലും there is no high power transmission lines. ഇവിടെ എവിടെയും high power transmission lines ഇല്ല. So accidental എന്താ പറയുക I don't know Vivek what you call that, but I believe there will be an electric surcharge which normally comes in from high power transmission lines. It's like a thunderbolt. Adum varan chance illa, which means it could have not created a EMP which can hamper the electronics of a helicopter. Adum chance illa. Okay. Sorry to interrupt you. Actually, a chopper will not get struck by a lightning because it has all those. Exactly. EMP but each chopper is modified. It is friendly. Okay. Plus each chopper na noti kayna Wikipedia page noti kayna idina ella radar systems undu, night vision undu, low visibility lo flight jam bettum because that is the kind of visibility system they have. They have everything on that, including advanced avionics and other. That is why we went for this. Now 11:48 it leaves the base. 12:05 it loses the communication. Very interesting. 12:05 iduvare between Sulur and Wellington in the last 15-20 years there has been no major crashes. Please understand. ഒരു ഇൻസിഡന്റ് നോക്കുമ്പോൾ ഒരു റീജിയൻ നോക്കുമ്പോൾ നമ്മൾ കോറിലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ നോക്കണം. Between Sulur and Wellington there are being no casualties, no sortie accidents which have happened even, let us take in the last 3 years. Let us not go back into history. Okay? Weather is clear. This is a child's play when it compared to the kind of sorties our pilots are used to. And you lose signal exactly 10 minutes before the descent. And first eyewitness, witness 0 എന്ന് പറയും. ഒരു ലക്ഷ്മൺ പറഞ്ഞ ആളുടെ വീഡിയോ യൂട്യൂബിലുണ്ട്, പോളിമർ ചാനൽ പ്ലേ ചെയ്തുകൊണ്ടുണ്ട്. അയാൾ കൃത്യമായി പറയുന്നുണ്ട്, അയാൾ വാട്ടർ പൈപ്പ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോർമലായി ദിവസം രാവിലെ എണിച്ച് വരുന്ന മഞ്ഞായിരുന്നു. അയാൾ മഫ്ലർ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു, തിരിഞ്ഞു നോക്കിയപ്പോൾ ഹെലികോപ്റ്റർ വീണ് കിടക്കുന്നു. പക്ഷെ ഫോഗില്ല കാരണം വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അയാളുടെ മകനെ താഴത്ത് ഓടി. അപ്പോഴാണ് ആൾക്കാർ 3 പേര്
കൈ കാണിച്ച് ഇങ്ങനെ കരയുന്നത്. അപ്പൊ the fire started then. I immediately, my son went up. Within 5 minutes, the police appeared. ഇത് വിറ്റ്നസ് സീറോന്റെ ലൈവ് ഇന്റർവ്യൂ ആണ്. പോളിമർ ചാനൽ റൺ ചെയ്തുകൊണ്ടുണ്ട്. ഇതുപോലെ 12 വിറ്റ്നസസ് ഉണ്ട്. ഈ ഐ വിറ്റ്നസസ് ഇവർ അക്കൗണ്ടിങ് ഒരു ഫസ്റ്റ് റെസ്പോൺസ് വിറ്റ്നസസ് ആണ് ഇവരൊക്കെ. പിന്നെ അതുപോലെ there are 10 videos which shows this is a complete tea estate where there is a small undergrowth and concrete buildings close by. So these are the settings. Now the question is, how did this ഡിസെന്റിലാണ് ഇത് നടന്നിരിക്കുന്നത്? അപ്പൊ ഈ ഡിസെന്റിൽ നടന്നിരിക്കുന്നു പറഞ്ഞാൽ വിവേക് റേസ് എ വെരി വാലിഡ് പോയിന്റ്. ഈ ഹെലികോപ്റ്ററിന്റെ ഉള്ള 14 പേരാണ്. ഒരു സിവിലിയൻ, 13 highly trained paratroopers who know how to evacuate themselves in kind of emergencies. Okay, and the chief himself is a paratrooper. So ഇവർക്ക് ഏത് കണ്ടീഷൻസിലും അവർക്ക് എസ്കേപ്പ് ചെയ്യാനും ജമ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ there is a problem. The problem is Mrs. Rawat, who is a civilian. So the intent of the pilot is to save that one civilian who is not trained for emergencies. So what was the pilot trying to do? To land the aircraft in a place where there is no casualty. At the same time, the civilian's life can be protected. So this will be the first level protocol of the pilot would have a trained Indian pilot would have thought about. Pritesh, the person who is alive, because he is the man who managed to land Tejas on the Republic Day when the engine failed, and he managed to land Tejas flying it for 20 minutes when the engine failed and landed it safely in an airport. That is why he was awarded the medal. For അത്രയും ഒരു trained pilot, his intent would have been very clearly to land in a place where there is no human casualty. അപ്പോൾ ഈ ഐ വിറ്റ്നസ് പറയുന്നത് സൗണ്ട് കേട്ടു, പിന്നെയാണ് ഇത് സൈഡിൽ വീണ് കിടക്കുന്നത് കണ്ടു. Normally an helicopter will land belly down from a low altitude failure, but this is toppled on this side because of the impact. അപ്പൊ സൈഡിൽ ടോപ്പലായ ശേഷം എന്താവും, നമ്മൾ ഒരു ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ സൈഡിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റില്ല. യു ഹാവ് പീപ്പിൾ വൺ അബൌട്ട് ദി അതർ. So your reaction time will be very slow and immediately there is a combustion which led to complete fire. പക്ഷെ ഇതേ ഐ വിറ്റ്നസ് പറയുന്നത് one person waved out and was coming out, and there's another witness saying one of the person asked for water and it turned out to be this general. So the question is, there was life and people were coming out of it, which means they were ready for evacuation. But the question is, what led to this chopper falling? Why did it fail? If it is descending and it was looking for a place to land, how did it lose its engine power? പ്രത്യേകിച്ച് ഇതിൽ 2 എഞ്ചിൻ ഉണ്ട്. ഒരു എഞ്ചിൻ ഫെയിൽ ആയാലും ഈ ഒരു എഞ്ചിൻ ഷുഡ് ഹെൽപ്പ് ഇറ്റ്. സോ ഹൗ ഡിഡ് ഇറ്റ് ഫെയിൽ? ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് തിയറി എങ്ങനെയാ വരുന്നത് വെച്ചാൽ, there is some sort of a mini drone which could have come, which could have easily been activated from a terrain like this, because it is deep woods ആണ്. ഈ deep you can always do a mini drone. Now we Google yesterday, we found lot of Coimbatore is the hub of lot of drone development projects. It's typically a boot camp for drone, and interestingly, Tamil Nadu Forest Department and various other agriculture department has been using lot of private contractors for drone usage extensively in that area for the last 1 year. അതായത് അവിടുത്തെ ഫോറസ്റ്റിലെ ആനിമൽ ഈ എലിഫന്റ് കോറിഡോർ മോണിറ്റർ ചെയ്യാനും പിന്നെ അതർ അഗ്രികൾച്ചേഴ്സിനും അത് ഈ ട്വീറ്റ്സ് ഉണ്ട്. ഇവരുടെ തന്നെ ട്വീറ്റ്സും ഇവരുടെ തന്നെ വീഡിയോസും ഉണ്ട് ട്വിറ്ററിൽ തന്നെ. So Coimbatore is a very clear high proximity drone area, particularly with that warning which came from INS Coimbatore INS എന്ന് വന്ന വാർണിംഗും ഇതും കോറിലേറ്റ് ചെയ്യുമ്പോൾ there is a very clear theory which is showing probably there was a mini drone that was activated. Now if there is a mini drone activated, where did it come from? അപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് കേട്ടത് that Tamil Nadu police is looking for signal frequencies that operated between morning 6 o'clock until 3 o'clock. So I don't know about this theory. പക്ഷെ എത്ര നേരം സിഗ്നൽസ് ഉണ്ടാവും, എത്ര നേരം ഈ സിഗ്നേച്ചേഴ്സ് ഉണ്ടാവും, I don't know the science, but there was a sort of a conversation about it. So in all, what is being looked upon is, if it is a human error, it is highly improbable. The significance is less than 0.5%.
However, giving benefit of doubt, there was a civilian, Mrs. Rawat, was the attempt to land the chopper so that the civilian can be saved, or was that all the people inside who could not respond immediately because something really decaptivated them. But eyewitnesses for another, ഈ ക്രാഫ്റ്റ് വീണ ശേഷം 3 പേര് ക്രോൾ ചെയ്ത് വന്നു. അതിൽ ഒരാൾ വെള്ളം ചോദിച്ചു. ദാറ്റ് ഈസ് ജനറൽ. നൗ വെരി ഇൻട്രസ്റ്റിംഗ് ഡേറ്റ വിച്ച് ഐ ഓൾവേസ് ലുക്ക് ഔട്ട്സൈഡ് ദി ഇൻഫർമേഷൻ ഇസ് 14 പേരായിരുന്നു. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ക്യാപ്റ്റൻ, he went from Wellington to Sulu. He does not come from the Sulu base. Mootra, he went down to Sulu to receive the general and bring him back. He was the person bringing the general for this presentation. He is the only man who does not belong to the Sulu camp. Remaining 13 people are from the Sulu. Now, they boarded the boat. Right. So, if you take them as one cluster who came from Delhi, but they were in Sulu for a while, and that is where this group captain joined them from Wellington. Now, the question is, 13 of them coming from one cluster, one individual going there, and the person who saved is this man who is now critically fighting for his life. So, 13 people. Now, if you put this question that 13 of them could not react when this thing happened, or they were not fully capable of reacting, there was something. Was there something? The question goes, what happened when they landed in Sulu? Did they consume anything? Were there something in that? Nobody knows. But there is one angle of 13:1 story which also has to be looked upon, because this man is the only surviving witness. However, the other angle which is possibly saying is, 2 weeks back, Government of India gave a special approval to Tamil Nadu police for the first time in the country to create a drone fleet. ഈ ന്യൂസ് 15 ദിവസം മുമ്പ് വന്നിരുന്നു. And Tamil Nadu police was allowed to create a drone fleet. So they will have a special division which is going to be using drone technology. The final, there's one more point. The other last connecting point here is, of course, the moment this happened, Rajiv Gandhi's assassination, after that, this is the most high-profile accident in Tamil Nadu, which is almost bigger, the equivalent or even bigger than the assassination of a former Prime Minister. But one angle which we cannot ignore is, often in the last 1 year, there's been a lot of media reports about Sri Lankan-based mafia guys, the so-called local dons of Sri Lanka, operating in Coimbatore, these areas, masquerading in tea estates and in textile mills in Sulur, because Sulur has got a special economic zone. And these guys were also reported to be splinter group of LTT called a TIELF, some Tamil Nadu Liberation Front or something like that. There were being reports about inter-gangs. And if you now take China, Sri Lankan army has got access to LTT, and LTT splinter groups are very happily sitting in Tamil Nadu and in this region. So anything is a possibility. So these are the basic dotted points that we are putting together and trying to see if there is a chance of something like this, a mini drone, because a mini drone, comparing the size of this helicopter, can easily, all you need is to distract the pilot. You don't need to intervene or be a projectile, but to distract the pilot. All that is all is required to done. But was it done? We don't know. We hope this is seriously debunked. But there is also an alternate theory which has come up in an exercise that was done yesterday. Thank you. ഈ പൈലറ്റിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു പറഞ്ഞു, പക്ഷെ ഡയറക്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഞാൻ പറയാം, ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ പൈലറ്റിനെ ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും അത് ഫുൾ പ്രൂഫ് ആയിരിക്കത്തില്ല. പൈലറ്റിനെ ഡിസ്ട്രാക്ട് ചെയ്ത് നമ്മളിവിടെ ക്രാഷ് ചെയ്തിട്ട് എല്ലാരും കൊല്ലണം എന്ന് ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും പ്ലാൻ ചെയ്യുമോ? ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ചെയ്യത്തില്ല. ഒരു ഞാൻ പറഞ്ഞേ അതങ്ങനെ പറഞ്ഞില്ല. ഒരു മിയർ ഡ്രോണും ഉണ്ട്, ഇത്രയും വലിയ ടാങ്ക് ബിൽറ്റ് ലൈക്ക് ടാങ്ക് എന്നാ പറയുന്നത്, ഇത്രയും വലിയ ഹെലികോപ്റ്റർ, ഇത്രയും പ്രൊട്ടക്ഷൻ ഉള്ള, ബുള്ളറ്റ് പ്രൂഫ് ഉള്ളത്, റോക്കറ്റ് പ്രൂഫ് ഉള്ള ഹെലികോപ്റ്റർ.
റഡാർ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞപ്പോ റഡാർ സിസ്റ്റത്തിന് ഡ്രോൺ ഇല്ല കാണിക്കത്തില്ല. ഇല്ല ഡ്രോൺ ഈ അവിടെയാണ് ഒരു പോയിന്റ്. ഈ എയർക്രാഫ്റ്റ് ഈ ഹെലികോപ്റ്ററില് ഈ റാഡാറിലെ ഡ്രോൺ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ ഗൂഗിൾ ആൻഡ് യു ക്യാൻ ചെക്ക്. അത് ശരിയായിരിക്കാം. പക്ഷെ എന്നാലും ഒരു ഡ്രോണ്, ഒരു സ്മോൾ ഡ്രോൺ എന്തുമാത്രം ഡാമേജ് ഇത്രയും വലിയ ടാങ്ക് ലൈക്ക് ഹെലികോപ്റ്ററിന്, മിലിറ്ററി ഹെലികോപ്റ്ററിന് പറ്റും. എനിക്ക് തോന്നുന്നില്ല അതിനെ കത്തിച്ച് കളയാൻ വേണ്ടി മാത്രം. ഒരു ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി മാത്രമേ തകരാൻ സാധ്യതയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഡ്രോൺ വന്ന് ഇടിച്ചാൽ ഒന്നൊരു തരുവേ അവിടുത്തെ Actually, it's not about it, but you are saying that it did some damage to the helicopter. How It did can it? do. One, what I don't know, Vivek, you need to. I didn't get the word. അവർ ഇന്നലെ സംസാരിച്ചപ്പോൾ അവർ രണ്ട് ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്ത് എനിക്കത് റെക്കോർഡ്. What I said is there was a team, there's somebody in this group, an expert. He was saying he said that a drone can deliver two levels of energy. One total like cash. Okay. Other is the energy called EMP equivalent. It can connect, disconnect communication, but all the electronics in the helicopters on you. It is the low level EMP in Varno. It is possible for us to activate something. See, drones in the conspiracy see drones see, I'll tell you something. Namku 3-layer radar scanning and namku pollo. Like one thing which you can which is actually used for scanning the civilian aircraft. Okay, as a white body തൊട്ടിട്ട് ഇപ്പോൾ എന്താ പറയാ ഇപ്പോൾ small aircraft വരെ നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാം. And then second thing is this military aviation, like if you have this Hercules Globemaster kind of aircraft, like 1,500 seater, huge big bird. Itna detect cheyan pattunna separate radar. And then you have another one which is only dedicated to detect a flight which actually touches the stratosphere, like our space like which is not even close to the sky also, like ഇതിന്റെ ഇടയിൽ പറക്കുന്ന ഡ്രോൺസ് ഉണ്ട്, ലൈക്ക് predator drones പോലത്തുള്ള US ഒക്കെ ഉപയോഗിക്കുന്നുള്ള അതിനു വേണ്ട സെപ്പറേറ്റ് റഡാർസ് വേറെ ഉണ്ട്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഡ്രോൺസ് അറ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ച്വലി അറ്റാക്ക് എ മൂവിംഗ് എയർക്രാഫ്റ്റ്, ദാറ്റ് ഈസ് പോസിബിൾ. ബട്ട് ടു അറ്റാക്ക് എ ചോപ്പർ നിങ്ങൾ അതേ സ്പീഡിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ അതേ ഓൾട്ടിറ്റ്യൂഡിൽ അതിന്റെ മുകളിലോ അല്ലെങ്കിൽ അതിന്റെ താഴെയായിട്ട് യു നീഡ് ടു മൂവ് അറ്റ് ദി സെയിം സ്പീഡ് ഓഫ് ദി ചോപ്പർ. ചോപ്പർ കുറച്ചൊരു ഫാസ്റ്റ് ആയിട്ട് മൂവിംഗ്. I'll just add one point for your thinking, for your analysis today, just for you to think better at this point. The helicopter entered the zone in the last 4 minutes of its flying was foggy. So the question that was asked is, wouldn't a pilot see an object coming? No, because the visibility was less. Even the object moving around the earth or the pilot could have easily missed it. I'm just putting this point because it was sent there yesterday. Because of the foggy condition. Actually, this drone thing is not even this thing is not coming into my mind because I think it is impossible for a drone to come in that terrain and attack a chopper like that. ഇത് എനിക്ക് എന്തോ തരം I don't know, maybe something internally, maybe I don't know, with our planted. I'm not going into any conspiracy. കാരണം ചിലപ്പോൾ ഇതൊന്നും അല്ലായിരിക്കും. At the end of the day, it would have been something else. Okay, ഇതിൽ ഞാനിന്റെ ഫീച്ചേഴ്സ് ഞാൻ ഒരു മിലിറ്ററി ഏവിയേഷൻ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഒരു ഗ്രാബാണത്. ഇതിൽ ഞാൻ ഇതിന്റെ ഹെലികോപ്റ്ററിന്റെ ഫീച്ചേഴ്സ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ മാക്സിമം സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആംഡ് സോൾജേഴ്സ് ലൈക്ക് വിത്ത് ഓൾ ദ വിത്ത് AK-206 ഇതെല്ലാം കൂടി ഒരാളുടെ ബോഡിയിൽ വെച്ചിട്ട് അത്ര ആ വെയിറ്റിൽ നിങ്ങൾക്കൊരു 36 ആംഡ് സോൾജേഴ്സിന് നിങ്ങൾക്ക് അതിനുള്ളിൽ ഇരുത്താൻ പറ്റും. ഓർ 4,500 kilogram ഓഫ് സ്ലിംഗ്, ഒരു സ്ലിംഗിൽ കെട്ടിയിട്ട് നിങ്ങൾ കൊണ്ടുപോകല്ലോ, ട്രാൻസ്പോർട്ട് ചെയ്യല്ലോ. അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണത്. ദാറ്റ് മീൻസ് ടോട്ടലി യു ക്യാൻ ക്യാരി 13,000 kilogram ഓഫ് പേലോഡ്.
ഓക്കെ. അപ്പൊ അത്രയ്ക്കും കൊണ്ടുപോകാൻ പറ്റാവുന്നത്. ആൻഡ് ദെൻ കോക്പിറ്റ് ആൻഡ് ഏവിയോണിക്സ്. കോക്പിറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഡിവൈസസ് ആണ്. ലൈക്ക് യു ഹാവ് നൈറ്റ് വിഷൻ എക്വിപ്മെന്റ്, onboard weather radar, like that means that it actually has an instrument which actually doesn't need the support of the satellite alone to see what is around. അപ്പോ ഇത് സാധാരണ ഇപ്പോ വരുന്ന സിവിലിയൻ എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്. ആൻഡ് ദെൻ ഇറ്റ് ഹാസ് ഓട്ടോ പൈലറ്റ് സിസ്റ്റം. അപ്പോ ഇതിൽ എവിടെയാണ് മിസ്റ്റേക്ക് ആയി പോയത് എനിക്കിപ്പോ ഐ എം റിയലി ഗെറ്റിംഗ് കൺഫ്യൂസ്. പിന്നീട് ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വെപ്പൺ സിസ്റ്റത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. It has all this machine gun. ഇതിന്റെ എയർക്രാഫ്റ്റിന് മുകളിൽ അറ്റാച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. സബ് മെഷീൻ ഗൺസ് ആൻഡ് it has all those 5S8 rockets. It has 23 mm machine gun. ഇതെല്ലാം അറ്റാച്ച് ചെയ്യാൻ പറ്റും. But I don't know while going to this base they have attached all these things or not. So അത് അവരുടെ സൈഡിൽ നിന്ന് പറയേണ്ട കാര്യമാണ്. അത് അവർ ഡിസ്ക്ലോസ് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. Really confusing. എന്റെ ഒരു ഇത് വെച്ച് നോക്കുക ഉണ്ടെങ്കിൽ തന്നെ ഡ്രോൺ ആയിരിക്കത്തില്ല, എന്തെങ്കിലും ബഗ്, അത് ചൈനീസിന്റെ ആണെന്നോ അറിയത്തില്ല, അങ്ങനത്തെ വല്ല ബഗ് ഇത് ഇൻസ്റ്റാൾ വല്ലതും ചെയ്തിട്ടുണ്ടോ. കാരണം ഇതിനു മുമ്പേ നമ്മൾ ഇതുപോലത്തെ ബഗ്സ് നമ്മുടെ മിലിറ്ററി സീക്രട്സ് എല്ലാം ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ അതെല്ലാം ചോർത്തി ചൈനക്കാര് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും ഈ ചൈനക്കാർ. ടെക്നിക്കലായിട്ടുള്ള ഇലക്ട്രിക് സിസ്റ്റം അതുപോലെ ഇലക്ട്രോണിക് സിസ്റ്റം മൊത്തം ഫെയിൽ ആയാലും മെക്കാനിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പോഴും പ്രോട്ടോകോൾ ഉണ്ട്. ഒരു VIP ഫ്ലൈ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രോട്ടോകോൾ എന്താണെന്ന് വെച്ചാൽ ഈ എയർക്രാഫ്റ്റ് there will be 3 aircraft that will be kept. If they correct me if I'm wrong, but this is what I understood from the veteran protocols. എന്താണെന്ന് വെച്ചാൽ മാക്സ് ഇതാണ് നടന്നിരിക്കുന്നത്. 3 എയർക്രാഫ്റ്റ് ആണ് റെഡി ചെയ്തിരിക്കുന്നത്. 3 പൈലറ്റ്സ് ആണ് ടെസ്റ്റ് ചെയ്യുക. They do it for 3 sorties, which is typically 3x the time of planned sortie time, actual planned sortie. 3 times ചെയ്യും. 3 ഡിഫറെന്റ് കണ്ടീഷൻസിൽ ചെയ്തിട്ട് ഈ 3 എയർക്രാഫ്റ്റും ഈ 3 പൈലറ്റ്സ് തന്നെ സീൽ ചെയ്യും. അതായത് എൻട്രി ഡോർസ്, അതിന്റെ ഡോർസ്, അതിന്റെ ക്രിട്ടിക്കൽ ഏരിയസ് ഒക്കെ സീൽ ചെയ്യും. ഈ പൈലറ്റ് സീൽ ചെയ്ത ശേഷം ലോഗ് ബുക്കിൽ എൻട്രി ചെയ്യും. ആ സീൽ അതിന് ശേഷം സെക്യൂരിറ്റി ഗാർഡ് വിൽ ബി ഡിപ്ലോയ്ഡ്. അപ്പൊ ഈ സോർട്ടി ചെയ്ത ശേഷം everything from mechanical to electrical to software is tested by the pilot and all the technical engineers, and it is sealed. Most importantly, just before the scheduled departure, and there's a roster that is kept secret. Nobody knows who's going to be flying, but people will be told that they'll have to go over the flying it. In fact, one of the pilots, Indian Express, Thrissur mericha pilot in the Pacific, Indian Express one article over line quote ചെയ്തിട്ടുണ്ട്. That is, that pilot called his mother that day morning and said that he is looking forward. The statement is, he is looking forward probably to be flying this general. He had told his mother. Arun, Indian Express quote ചെയ്തിരിക്കുന്ന ആർട്ടിക്കല് മൂപ്പരെ വീട്ടിൽ വിളിച്ചപ്പോ അന്ന് രാവിലെ അമ്മയെ വിളിച്ചപ്പോ ഇതുമാതിരി ഇങ്ങനെ എനിക്ക് ഐ എം ഗോയിങ് ടു ഹാവ് an honor of probably flying the general today. I'm very excited one, which means the Air Force typically keeps 3 people, but nobody knows who's going to do the final sortie, number 1, and nobody knows which is the aircraft that will be used. So only in the last minute it is revealed. ആ സമയത്താണ് ആ പൈലറ്റ് who sealed it അയാളാണ് പോയിട്ട് seal break ചെയ്തിട്ട് then again the testing is done, and then only the VIP is boarded on to that. So this is the typical protocol. So Max, if you're talking of a bug, actually there's something called as ILS. ഇത് I have seen it personally myself. Cockpitലൊക്കെ ഉള്ളതാണ്. And military aviation has a separate version of it. ILS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you don't need the support of the ground ATC or the satellite. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു സിസ്റ്റം ഉണ്ട് വിച്ച് ആക്ച്വലി എമിറ്റ് എ വേവ്. അത് ഇവിടെ പോയിട്ട് ഇപ്പൊ ഒരു 200 അല്ലെങ്കിൽ ഒരു 500 നോട്ടിക്കൽ മൈൽസിൽ ഇത് എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, എന്തൊക്കെയാണ് ടെറൈൻ എന്നുള്ളത് ഇത് തന്നെ ഒരു 3D ഇമേജിങ് കാണിച്ചിട്ട് അതിൻ്റെ ഉള്ള ഒരു LCD ഡിസ്പ്ലേ ഉണ്ട്. ദാറ്റ് വിൽ ഷോ എവറിത്തിങ് ഓൺ ദാറ്റ്. സോ ദിസ് തിങ് ഹാഡ് ദാറ്റ് തിങ്. ഞാനിപ്പോ അത്
അതിന്റെ ഫീച്ചേഴ്സ് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാവുന്നത്. ദാറ്റ് തിങ് ഹാസ് എ തിങ്. അങ്ങനെ ഉള്ളപ്പോൾ there is no sense of hitting exactly that is my point. You are hitting the nail on the head. അങ്ങനെ അത്രയും advanced ആയിട്ട് it is actually you're right. This mission is under the complete control of the pilot and the engineer. It does not depend on any external navigation support. That is exactly the point. അങ്ങനെയുള്ള ഒരു highly technical mission, how did it fail? Which means if you have to attribute to a human error, what led to that 0.05% human error is a distraction. Because what led to that distraction? Because if you look at the visibility, if we have to go by what is the video which the Air Force has verified, which is pinned here, if you look at the helicopter flying and the rotor speed, it is just moving into the fog. Okay, and the people are saying the sound is disappearing, which means the engine is switched off. So in this video, it is showing that you are losing out the engine noise. Our engine sound is taken illa. This video Air Force verified it is verified by the Air Force. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന വീഡിയോയിൽ within seconds of the frame, our helicopter sound is gone, which means the engine is switched off immediately. ഒരു ഫോഗിൽ പോയി കഴിഞ്ഞാൽ within few seconds ഒരു ഇത്രയും വലിയ മെഷീന്റെ സൗണ്ട് പോകണമെങ്കിൽ what could have happened? Which means the engine was shut off. റോട്ടറിന്റെ സൗണ്ട് അറ്റ്ലീസ്റ്റ് കേൾക്കുമല്ലോ. റോട്ടർ will not stop revolving. How is that sound got negated? So what led to the shutdown of the engine quickly? Now if you are going by what Max and you are saying that there is a bug, how did this bug get activated? A bug does not get activated on its own. There has to be a trigger. How did that trigger happen? We have to pursue the same theory. The trigger may be do these people like our CDS and his wife get diplomatic, what do you call it, the immunity, like they can carry their stuff like that. If you have to go by your theory of bugging, electronic bugging, if you see in science, the bugging has to be triggered through some source. It is not the bug can wirelessly connect to the system also, right? That is where the theory of existing. Can you come to the topic? Because we are not engineers. You people are talking. What do you want to know, Dinesh? കേരളത്തിലെ ഭീകര സംഘടനകളുടെ അതിന്റെ ചരിത്രം. This is the topic. We can come to the topic. But I thought we moved away from it half an hour back. So why are you asking us this now? If you want us to get out, we'll get out. We have no problem. Okay. Yes, we are not gossiping here. We are all trying to figure out something here. It's an intelligent conversation here. Kerala Bhigaram Mandanda, what do you know historical? Why are you demeaning us by asking this question here? Okay, cool. No, Vivek. All of us are having a... Hello. Hi. Sujit, I have a question to you. So, what you're saying makes sense. This needs to be a really accomplished mission with a really, top of class pilot. So, I am not giving any credit to the argument that there can be a human error. It's not possible. One argument correct that he wanted to save the civilians first. That is why probably they didn't use any parachutes or they didn't jump out. That's quite possible. However, it gets sealed and then it goes. If sealed and nikkana guards, sabotage possible alla. Isn't there? Adu matra enikku window kannallo where it is possible to have a sabotage. Maintenance, yes, there has been CAG report that maintenance is bad in helicopters or in general flying machines. Adu India ulla oru problem aanu, especially Russian and avarku parts kittan itri buddimuttana. Adundu ആ ഒരു പ്രോബ്ലം ഉണ്ട്. എന്നാലും ഐ ഡോണ്ട് തിങ്ക് സീരിയസിനെ കൊണ്ടുപോകാനായിട്ട് അവർ അങ്ങനത്തെ ഒരു എയർക്രാഫ്റ്റ് എടുക്കുന്നത് ബൈ മെയിൻ്റെനൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, റൈറ്റ്? ബട്ട് ഈ സാബോട്ടേജില് ഇപ്പൊ വരികയാണെന്ന് വെച്ചാൽ സാബോട്ടേജ് ആരാ ചെയ്തിട്ടുണ്ടാവുക, അതെങ്ങനെ ആക്സസ് കിട്ടി, അവിടെയല്ല ഈ ക്വസ്റ്റ്യൻ വരിക.
So the only possible answer, which I am not saying, which I understand from the experts who were talking yesterday, is what I shared here. And some of those points which I heard from them, and I tried to put it together through various researches, which I've tried to put down here, is that which Max is also raising a question, which is quite genuine. There has to be some sort of an external device which could have triggered some sort of a electronic failure. Now, none of us are experts. We are just trying to intelligently put facts said by people who know something about it, and also if there is a possibility. Now, this drone theory is gaining a lot of ground because it is this CDS who has been talking about the new kind of warfare and drone attacks. And if you look at what I was just quoting, what happened in the Jammu air base, the drone payload that was dropped was a very low payload. Questions were asked, why was such a low payload used by the drone? But it was very clear that it's probably a test drone that was done across the border. But now the interesting fact of Jammu air base attack is there were my helicopters, the same one which has met with the accident. So was there an attempt even in that drone, using the drone to figure out something about this helicopter, where the actual camouflage was the payload that was delivered, but not, which was not probably the case. So drone theory is growing strong because drone is not necessarily a projectile. Drone is a device which you can create multiple impact on various electronic devices. But Vivek sir, like he said, this is a phenomenally equipped helicopter. It has got its own electronics. It's got top-end, high-end technology against all sorts of. But still, if you look at the helicopter landing, it is landed on the side after hitting a tree. So there are a lot of dotted lines which is making people believe that is it possible that a low flying impact, it may not have caused impact on the aircraft, but could have just delusioned the pilot or created a temporary impasse in one of the electronics. Because after taking, they say it lost communication at 12:05, which is almost 12 minutes after takeoff. Now, when you lose the communication with such a high-profile transport vehicle, which is carrying a high-profile person, shouldn't there be an interception that should be created? Shouldn't there have been another aircraft that should have taken from Sulu immediately? Why was that the ground, when the communication was not, no intervention was done? When your chief of staff is flying and there was a communication failure, which is after, and you have still 10 minutes to land, why was not another aircraft? You could have just taken off a MiG from Suluria, you would have known what would have happened. Why was such a protocol not followed? Why nobody thought about it? I don't think that is military protocol full rights for military ആണ്. That change has already come in. ഇതിൽ ഗവൺമെന്റിന്റെ റൈറ്റ്സ് വരില്ല, ഗവൺമെന്റിന്റെ സേയും കൂടി ഇല്ല. ഇൻഫാക്ട് CDS, that's why he was appointed like that, because that is the freedom that they wanted and they have been given. My question is, I understand what you're saying. You're saying that, okay, there should have been a parallel, like, ella big shots പോകുമ്പോൾ ഒരു parallel, you will have... point. 10 minutes ശേഷം, it has lost communication. Couldn't been a scramble by another helicopter or a flight? Are we sure they lost communication after? Yes. What I don't know. That is the very... So they're saying that, so you are telling me, അവർ ഓൺ ഫ്ലൈറ്റ് തുടങ്ങിയിട്ട് 10 മിനിറ്റ്സ് കഴിഞ്ഞ് കമ്മ്യൂണിക്കേഷൻ പോയിട്ട് 10 മിനിറ്റ്സ് പിന്നെ ആ ഷായിട്ടാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഓ കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ടെന്ന്. സോ വാട്ട് വാസ് ദ പേഴ്സൺ ഹു വാസ് സപ്പോസ് ടു കമ്മ്യൂണിക്കേറ്റ് ഡൂയിങ് അറ്റ് ദാറ്റ് ടൈം? Madam, ചെറിയ എക്സാമ്പിൾ പറഞ്ഞത് എല്ലാവർക്കും കാലിക്കറ്റ് വി ഹാഡ് എ ടേബിൾ ടോപ്പ് റൺവേയിൽ അവിടെ ഒരു ലാസ്റ്റ് ഇയർ പാൻഡമിക്കിന്റെ സമയത്ത് ഒരു റൺവേ ഇപ്പോഴത്തെ ഒരു വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് പോയി ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. Actually, what happened is that അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ ലോജിക് ഇല്ല, ബട്ട് ജസ്റ്റ് അതൊരു ഫ്ലൈ ഇതായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് ഞാൻ ATCയിൽ ഐ വർക്ക്ഡ് ഇൻ ദാറ്റ് എയർപോർട്ട് ഓൾസോ. സോ അപ്പോൾ അവിടുത്തെ ATCയിലെ സ്റ്റാഫായിട്ട് ഐ സ്പോക്ക് ആഫ്റ്റർ ദാറ്റ്. സോ ആ സംസാരിച്ച് മൂപ്പര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മഴ ആയതുകൊണ്ട് ഇറ്റ് അഗെയിൻ ടുക്ക് ഓഫ്, അത് പെട്ടെന്ന് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ടേക്ക് ഓഫ് ചെയ്തെന്നാണ് ATC വിചാരിച്ചുകൊണ്ടിരുന്നത്. ATCക്ക് അപ്പോഴും they didn't get a clear picture that ഇത് നേരെ പോയിട്ട് ഇങ്ങനെ ആ കേവിൽ പോയി ഇടിച്ച് താഴേക്ക് അങ്ങനെ പോയി ഇടിച്ചൊരു
കാരണം അതിന്റെ ഒരു ഫെൻസിംഗ് പിടിച്ചൊന്നും ഇവർക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ലായിരുന്നു. ഓൺലി ആഫ്റ്റർ ലൈക്ക് 3 to 4 minutes they come to know that like ഇത് സാധനം ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല, ഇറ്റ് ജസ്റ്റ് വെന്റ് ആൻഡ് ഹിറ്റ് ദീസ് തിങ്. എന്റെ നാട്ടുകാർ വന്നപ്പോ ആൾക്കാർ കൂടിയപ്പോഴാണ് എമർജൻസി സർവീസസ് സ്ക്രാമ്പിൾ ചെയ്തത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷെ മിലിറ്ററി ഏവിയേഷൻ ഇസ് ഡിഫറെന്റ് ബോൾ ഗെയിം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇപ്പോ ഇവര് ഗ്രൗണ്ടിൽ ഇപ്പൊ CDS ഗ്രൗണ്ടിൽ തന്നെ ഒരു വെഹിക്കിളിൽ പോകുന്ന വിചാരിച്ചില്ല, എത്ര സെക്യൂരിറ്റി കൊടുക്കും അല്ലെ? ഒരു കൊടുക്കൂല. അപ്പോ നിങ്ങൾ ആലോചിച്ച് അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ബാക്കില് ഒരു ബാക്കപ്പ് ഹെലികോപ്റ്റർ പോവും എന്തായാലും. കാരണം ഇതുപോലെ തന്നെ ഈ മറ്റേ എന്താ പറയാ RPG അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ഒരു ആൾട്ടിറ്റ്യൂഡിലൊക്കെ നല്ലോണം ഫയർ ചെയ്യാം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അത്രയൊരു ഹോസ്റ്റൈൽ ടെറിട്ടറി അല്ല. നിങ്ങൾക്ക് മാവോയിസ്റ്റ് മൂവ്മെന്റ്സ് എന്നുള്ള അല്ല MIൽ RPG എഫക്ട് ഇല്ല. എന്നിട്ട് ഇത് നല്ലോണം യൂസ് ചെയ്തിട്ടുള്ള നല്ലോണം ടെസ്റ്റഡ് എയർക്രാഫ്റ്റ് ആണ് കുറെ വാർഡ്സില്. RPG ഇതിന് നല്ല ഷീൽഡാണ്, ഇതിന് ഭയങ്കര ഷീൽഡാണ്. ഈ റഷ്യൻ വെഹിക്കിൾസ് ഹെവി ആയിരിക്കും ഇത്രയും, അതിന് ഷീൽഡും ജാസ്തിയാണ് ആസ് കമ്പയർ ടു US വെഹിക്കിൾസ്. അപ്പൊ അതിന്റെ ഒരു ഗുണമുണ്ട്. RPG എനിക്ക് തോന്നുന്നില്ല ആവുന്നു. പോരാത്തന്നെ RPG I know. No, I'm just giving you the details. This is a very heavy vehicle. For it to take an RPG shot and come down, it's going to be highly improbable. But two things are quite possible. I mean, just to add to your point, one, I don't know about drone. എനിക്ക് അതിനെപ്പറ്റി അത്ര ടെക്നോളജിയെ പറ്റി എനിക്ക് അറിയില്ല, how drone can interfere. But systems സോഫ്റ്റ്വെയർ നല്ലോണം അറിയണ ആളുണ്ടെങ്കിൽ, right? That person can meddle with the software. That is something, that is just a code virus that can be generated, and that can be done from any part of the world. Appo avadeyana, that is where one needs to understand that is possible, and it's actually a very scary thing, right? Allenga on ground sabotage undavanam. Madam, like